ഈസി വിന്നിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 14ാമത്തെ ചാപ്റ്ററായ വാട്ടറിനെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ടർ എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നമുക്ക് മാത്രമല്ല, ഓൾ ലിവിങ് തിങ്സിന് തന്നെ വാട്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ആ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. Now let's start the chapter. First topic is solubility. What is solubility? Solubility is the ability of a substance to dissolve other substance in it. എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിനെ മറ്റൊരു പദാർത്ഥത്തിനെ ലയിപ്പിക്കാനുള്ള അതിൻ്റെ കഴിവിനെ എബിലിറ്റീനെ പറയുന്ന പേരാണ് സോലിബിലിറ്റി എന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സോലിബിലിറ്റിനെ ബേസ് ചെയ്തിട്ട് വാട്ടറിൻ്റെ നേച്ചറിനെയും പ്രോപ്പർട്ടീസിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു 5-6 ബീക്കർ എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് ആദ്യത്തെ ബീക്കറിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക, രണ്ടാമത്തെ ബീക്കറിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യുക, മൂന്നാമത്തെ ബീക്കറിലേക്ക് ഹണി ആഡ് ചെയ്യുക, നാലാമത്തെ ബീക്കറിലേക്ക് വിനെഗർ ആഡ് ചെയ്യുക, അഞ്ചാമത്തെ ബീക്കറിലേക്ക് കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് അറിയാലോ, NaOH ആഡ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ആ ബോക്സ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം വെള്ളത്തിലേക്ക് ആഡ് ചെയ്തത് ഏതാണ്? ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഉപ്പ് ആഡ് ചെയ്തിരിക്കുന്ന ആ ബീക്കറിൽ നിന്ന് ജസ്റ്റ് എടുക്കുക. അതിലേക്ക് നമ്മൾ റെഡ് ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു കളർ ചേഞ്ചും കാണാൻ സാധിക്കില്ല. ഈ കളർ ചേഞ്ച് കാണിക്കാത്തതിൻ്റെ കാരണം വാട്ടർ ഹാസ് എ നോ അസിഡിക് ഓർ ബേസിക് പ്രോപ്പർട്ടി. വാട്ടറിന് ഒരു അസിഡിക്കും ബേസിക് പ്രോപ്പർട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ലിറ്റ്മസ് പേപ്പറിൽ കളർ ചേഞ്ച് ആവാത്തത്. അടുത്ത ഒരു ബീക്കർ ഏതാ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്? ഷുഗറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഷുഗർ സൊല്യൂഷൻ ആയില്ലേ, വെള്ളത്തിലേക്കല്ലേ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ലിറ്റ്മസ് പേപ്പർ ആഡ് ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് ഒരു നോ കളർ ചേഞ്ച് ആണ് കാണാൻ സാധിക്കുന്നത്. കാരണം വാട്ടർ ഹാസ് എ നോ അസിഡിക് ഓർ ബേസിക് പ്രോപ്പർട്ടി. നമ്മൾ മൂന്നാമത്തെ ബീക്കറിൽ എടുത്തിരിക്കുന്നത് ഹണിയാണ്. നമ്മൾ ലിറ്റ്മസ് പേപ്പർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ അത് റെഡ് ആക്കിയിട്ട് ടേൺ ചെയ്യാണ്. ബിക്കോസ് അത് എന്ത് പ്രോപ്പർട്ടി നമുക്കറിയാം. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുന്നത് ഏത് പ്രോപ്പർട്ടിക്കാരാണ്? അസിഡിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വാട്ടർ എക്യൂസ് അസിഡിക് പ്രോപ്പർട്ടി. അതുപോലെ തന്നെയാണ് നമ്മൾ നാലാമതെടുത്ത വിനെഗറിലും സെയിം ആണ്. എന്ത് പ്രോപ്പർട്ടിയാണ്? അസിഡിക് പ്രോപ്പർട്ടിയാണ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കി മാറ്റാണ് വാട്ടർ എക്യൂരനെ അസിഡിക് പ്രോപ്പർട്ടി. ഇനി നമ്മൾ അഞ്ചാമതായിട്ട് എടുത്തിരിക്കുന്നത് ഏതാ? സോഡിയം ഹൈഡ്രോക്സൈഡ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞു കോസ്റ്റിക് സോഡ, NaOHലും കളർ ചേഞ്ച് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് കാണിക്കുന്നത്? റെഡ് ലിറ്റ്മസ് പേപ്പറിനെ അത് ബ്ലൂ ആക്കി ചേഞ്ച് ആണ്. അവിടെ മാറി റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കിയിട്ടാണ് ചേഞ്ച് ആക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റെഡിനെ ബ്ലൂ ആക്കുന്നത് ഏത് പ്രോപ്പർട്ടിക്കാരാണ്? ബേസിക് പ്രോപ്പർട്ടിക്കാരാണ് കാണിക്കുന്നത്. ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് എന്താ മനസ്സിലായേ? നമ്മൾ വെള്ളത്തിലേക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആഡ് ചെയ്തു ഇല്ലേ? ഷുഗർ ആഡ് ചെയ്തു, സാൾട്ട് ആഡ് ചെയ്തു, ഹണി ആഡ് ചെയ്തു, വിനെഗർ ആഡ് ചെയ്തു, പലതരം സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്തു. അതൊക്കെ ഡിസോൾവ് ചെയ്യുമ്പോഴും വാട്ടറിന് എന്താ മാറ്റം ഉണ്ടായി? വാട്ടറിൻ്റെ നേച്ചറിൽ വ്യത്യാസങ്ങളുണ്ടായി ഇല്ലേ? ചിലയിടത്ത് നമ്മൾ കണ്ടു അസിഡിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, ചിലവർ ബേസിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, ചിലവർ നോ പ്രോപ്പർട്ടി അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ മനസ്സിലായേ? നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എന്തിൻ്റെ? വാട്ടറിൻ്റെ നേച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ വാട്ടറിനെ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് ആയിട്ട് അറിയപ്പെടുന്നത്? കാരണം ജലത്തിന് വിവിധ തരം വസ്തുക്കളെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിനെ ലയിപ്പിക്കാൻ, ഡിസോൾവ് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് വാട്ടറിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് അറിയപ്പെടുന്നത്. മേ ബി അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സിൻസ് വാട്ടർ ക്യാൻ ഡിസോൾവ് എ വൈഡ് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസ്, ഇറ്റ് ഈസ് നോൺ ആസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. എന്താണ് ഹാർഡ് വാട്ടർ? വാട്ടർ ഇൻ വിച്ച് ഡിസൊല്യൂഷൻ ഓഫ് സോപ്പ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഗുഡ് ലാദർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ നമ്മൾ സോപ്പിനെ ലയിപ്പിക്കുമ്പോൾ അവിടെ നല്ല പതകൾ ഉണ്ടാക്കാത്ത വെള്ളം, നന്നായിട്ട് പതകൾ ഉണ്ടാക്കാത്ത വെള്ളത്തിനെ പറയുന്ന പേരാണ് ഹാർഡ് വാട്ടർ. അപ്പോൾ സോഫ്റ്റ് വാട്ടർ എന്തായിരിക്കും? വെള്ളത്തിൽ ഒരു സോപ്പിനെ ലയിപ്പിക്കുമ്പോൾ നല്ല പതകൾ ഉണ്ടാക്കുന്ന വെള്ളത്തിന് പറയുന്ന പേരാണ് സോഫ്റ്റ് വാട്ടർ. വാട്ടർ ഇൻ വിച്ച് ഡിസൊല്യൂഷൻ ഓഫ് സോപ്പ് പ്രൊഡ്യൂസ് ഗുഡ് ലാദർ ഇസ് കോൾഡ് സോഫ്റ്റ് വാട്ടർ. നമ്മൾ പറഞ്ഞു ഹാർഡ് വാട്ടറിനെ പറ്റിയിട്ട്. എങ്ങനെയാണ് വെള്ളത്തിന് ഇത്ര ഹാർഡ്നെസ് ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ വെള്ളത്തിൽ മെഗ്നീഷ്യം, കാൽഷ്യം പോലെ തുടങ്ങിയ ലോഹങ്ങളുടെ ലവണങ്ങൾ, സാൾട്ടുകൾ ഈ വെള്ളത്തിൽ ഡിസോൾവഡ് ആണ്. ഈ വെള്ളം മണ്ണിലൂടെ ഒഴുകുമ്പോൾ ഈ മണ്ണിലുള്ള ഈ ലവണങ്ങൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ഈ വെള്ളത്തിന് ഇത്ര കാഠിന്യം അനുഭവപ്പെടുന്നത്. നമുക്ക് 2 തരം ഹാർഡ്നെസ് ആണുള്ളത്. ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, പെർമനൻറ്റ് ഹാർഡ്നെസ്സും ഉണ്ട്.
ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ് മൂലം ഉണ്ടാകുന്ന ഹാർഡ്നെസ്സിനെ പറയുന്ന പേരാണ് ടെമ്പററി ഹാർഡ്നെസ്. പെർമനൻറ്റ് ഹാർഡ്നെസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സാൾട്ട് ഓഫ് മഗ്നീഷ്യംസ് ആൻഡ് കാൽസ്യംസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ദിസ് ടൈപ്സ് ഓഫ് ഹാർഡ്നെസ് ഈസ് കനോട്ട് ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. ദിസ് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഈസ് കോൾഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പെർമനൻറ്റ് ഹാർഡ്നെസ് ആണ്. അപ്പോൾ ഈ രണ്ട് തരം ഹാർഡ്നെസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. നമുക്കിവിടെ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്യുവർ വാട്ടർ, നത്തിങ് ഈസ് ആഡഡ്. രണ്ടാമത്തെ ഉള്ളത് മഗ്നീഷ്യം ബൈകാർബണേറ്റും കാൽഷ്യം ബൈകാർബണേറ്റും ആണ്. ഈ പ്യുവർ വാട്ടറിലേക്ക് നമ്മൾ സോപ്പ് ഇട്ട് പതപ്പിക്കുമ്പോൾ നന്നായി പതയുന്നുണ്ട്. അങ്ങനെയുള്ള വാട്ടറിന് നമ്മൾ എന്താ പറയുക? സോഫ്റ്റ് വാട്ടർ എന്ന്. ഈ മഗ്നീഷ്യം ബൈകാർബണേറ്റും കാൽഷ്യം ബൈകാർബണേറ്റിലേക്ക് നമുക്ക് സോപ്പ് പതപ്പിച്ച് കഴിഞ്ഞ് ഡിസോലിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് പതയോ? ഇല്ല, ഇറ്റ് ഡസ് നോട്ട് ലാദർ വെൽ, നന്നായിട്ട് പതയില്ല. അങ്ങനെയുള്ള വാട്ടറിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത് വാട്ടറിന്? ഹാർഡ് വാട്ടറിന്. അത് അത്രയേ ഉള്ളൂ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർഫസ് ടെൻഷനാണ്. നമുക്കെല്ലാവർക്കും അറിയാം വെള്ളം എന്ത് ഫോമിലാണ് നിൽക്കുന്നത്? ലിക്വിഡ് ഫോമിലാണ് നിൽക്കുന്നത് അല്ലേ? ഈ വെള്ളത്തിൻ്റെ നമ്മൾ ആലോചിക്കുക, ഈ വെള്ളത്തിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ മേലത്തെ പ്രതലത്തിൽ ഉള്ള മോളിക്യൂൾസ് തമ്മിൽ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്, ഒരു പരസ്പര ആകർഷണമുണ്ട്. ആ ആകർഷണം മൂലം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് സർഫസിലെ ഏരിയനെ ചെറുതാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഉണ്ടാകുന്ന ആ ഫോഴ്സ് സർഫസിലെ ഏരിയനെ എന്താക്കാനാണ്? ചെറുതാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഉണ്ടാവുന്ന ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് സർഫസ് ടെൻഷൻ എന്നുള്ളത്. ഒന്നുകൂടി വായിക്കുക. ഡ്യൂ ടു ദ മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ വാട്ടർ മോളിക്യൂൾസ് എ ഫോഴ്സ് ആക്ട് ഓൺ ദ സർഫസ് ഏരിയ മേക്കിംഗ് ഇറ്റ്സ് സർഫസ് ഏരിയ ആസ് എ സ്മോൾ ആസ് പോസിബിൾ. ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മുകളിൽ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് സർഫസിലെ ആ ഏരിയനെ ചെറുതാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഉണ്ടാവുന്ന ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? സർഫസ് ടെൻഷൻ എന്നുള്ളത്. ഇതിന് 2-3 എക്സാമ്പിളാണ്. ബ്ലേഡ്, സൂചി പോലുള്ളത് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇൻസെക്ട്സുകൾ വാക്കിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ, നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പ്രാണികൾ നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതൊക്കെ സർഫസ് ടെൻഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. ഇത്ര മാത്രമേ സർഫസ് ടെൻഷനെ പറ്റി പറയാനുള്ളൂ. കുറച്ചും കൂടി ഉണ്ട്. അത് നമ്മൾ അടുത്ത ഭാഗത്തിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നോട്ട്സ് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.